ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഗുജറാത്തിൻ്റെ ട്രഡീഷണൽ ഡിഷായ ഡോക്ലയെക്കുറിച്ചാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഇഡ്ഡലി പോലെ വളരെ ടേസ്റ്റിയും സോഫ്റ്റുമായൊരു ഫുഡാണ് ഗുജറാത്തിൻ്റെ ഡോക്ല. ഇത് ഡോക്ല ഉണ്ടാക്കുന്ന റെഡിമെയ്ഡ് മാവാണ്. ഞാൻ വെളിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കടലമാവ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ വാങ്ങിയതാണ്. മാവിനെ വലിയൊരു ബൗളിലേക്ക് മാറ്റാം. ഈ മാവ് പുളിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ മാവിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 സ്പൂൺ പഞ്ചസാരയുമാണ്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഗ്രേറ്റഡ് ക്യാരറ്റാണ്. സാധാരണയായി ഗുജറാത്തിലെ ഈ ഡോക്ല ഡിഷിൽ ഇങ്ങനെ ഗ്രേറ്റഡ് ക്യാരറ്റ് ചേർക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതിലൊരു പുതുമ കൊണ്ടുവന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1 പാക്കറ്റ് ഈനോയാണ്. ഈനോ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർക്കാം, പക്ഷേ ഈനോ ചേർക്കുന്നതാണ് നല്ലത്. ഈനോ ചേർത്ത മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യണം. ഞാനൊരു ഇഡ്ഡലി കുക്കർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തട്ടുകളിലെല്ലാം എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചു. ഈ മാവ് ആ ഇഡ്ഡലി തട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഈ ഡോക്ല ഗുജറാത്തിൽ സാധാരണയായിട്ട് ഒരു പ്ലേറ്റിലൊഴിച്ച് സ്ക്വയർ കട്ട് ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ ട്രഡീഷണൽ രൂപം. പക്ഷെ ഞാനിവിടെ കൊണ്ടുവന്ന മറ്റൊരു പുതുമ, ഇത് ഇഡ്ഡലി കുക്കറിൽ ഇഡ്ഡലി തട്ടിലൊഴിച്ച് നമ്മൾ ഇഡ്ഡലി വേവിക്കും പോലെ വേവിച്ചെടുത്തു. ഇഡ്ഡലി തട്ടിലെല്ലാം മാവ് ഒഴിച്ചു. ഇനി നമുക്കിതിനെ ഒരു 15 മിനിറ്റ് 12 മുതൽ 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാം. അതിൻ്റെ അളവനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും ടൈം. 15 മിനിറ്റ് കഴിഞ്ഞു. ഇഡ്ഡലി ഡോക്ല പാകമായിട്ടുണ്ട്. അതിനെ സ്റ്റാൻഡിൽ നിന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഡോക്ലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അത് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. തണുത്ത് കഴിഞ്ഞ ഡോക്ലയെ ആ തട്ടിൽ നിന്ന് നമുക്കൊരു ബൗളിലേക്ക് ഇളക്കി മാറ്റി വയ്ക്കാം. ഞാനിവിടെ പാരമ്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി 2 പുതുമകളാണ് കൊണ്ടുവന്നത്. ഒന്ന്, ഇതിൽ ഗ്രേറ്റഡ് ക്യാരറ്റ് ചേർത്തു. രണ്ടാമത്തത്, ഇതിനെ ഇഡ്ഡലി കുക്കറിൽ ഇഡ്ഡലിയുടെ ഷേപ്പിൽ വേവിച്ചെടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തു. ആവശ്യത്തിന് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഞാനിവിടെ 2 സ്പൂൺ ഓയിലാണ് ഒഴിച്ചത്. അതിലേക്ക് 1/2 സ്പൂൺ കടുകിട്ടു. കടുക് പൊട്ടിയതിന് ശേഷം 1 സ്പൂൺ വെളുത്ത എള്ള് ചേർത്തു. വെളുത്ത എള്ള് ചേർക്കുന്നതാണ് നല്ലത്. പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തു. ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുത്തു. വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 7 or 8 പച്ചമുളക് ഞാൻ ചേർത്തു. മുളക് അധികം എരിവില്ലാത്തതാണ്, അത് കീറി മുറിക്കേണ്ട. അതിനോടൊപ്പം ആവശ്യത്തിന് ഉപ്പും 1/2 സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ചെറുതായിട്ട് വീണ്ടും വഴറ്റി അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം തിളച്ച് വന്നപ്പോഴത്തേക്കും 1 നാരങ്ങയുടെ പകുതി ജ്യൂസ് അതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു. 1 മിനിറ്റിന് ശേഷം അത് ഓഫ് ചെയ്യണം. അങ്ങനെ ഡോക്ലയുടെ മുകളിൽ ഒഴിക്കേണ്ട സിറപ്പ് റെഡിയാക്കി വെച്ചിരുന്ന ഇഡ്ഡലി ഡോക്ല ഒരു ബൗളിൽ നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ ആ സിറപ്പ് ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ ഇഡ്ഡലിക്കൊക്കെ മാവ് തലേദിവസം അരച്ച് പുളിക്കാൻ വെക്കുന്ന പോലെ ഡോക്ലയുടെ മാവ് വെക്കാൻ പറ്റില്ല. ഇത് ഉടനെ തയ്യാറാക്കി ഉണ്ടാക്കേണ്ടതാണ്. അങ്ങനെ സിറപ്പെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ചെയ്യേണ്ടത് കുറച്ച് ചിരകിയ തേങ്ങ ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യണം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇത് നമ്മളുടെ ഇഡ്ഡലി പോലെ നല്ല സോഫ്റ്റാണ്, ടേസ്റ്റിയുമാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റും തരിക. പുതിയ വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോ വരുന്നവരെ ബൈ.